ഹലോ ഗൈസ്, നമുക്കിന്നൊരു ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ. നമ്മളിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് വന്നിട്ട് സാരി ത്രെഡാണ്. അതുപോലെ നീഡിൽ 0.5 ആണ് കേട്ടോ. ആരി നീഡിൽ വന്നിട്ട് തുളിപ്പിൻ്റെ സ്റ്റീലിൻ്റെ നീഡിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത്. മറ്റേ ഇരുമ്പിൻ്റെ നീഡിൽ വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇരുമ്പിൻ്റെ നീഡിൽ വെച്ച് നമുക്ക് കുറച്ചും കൂടെ സ്പീഡിലും കുറച്ചും കൂടെ മുത്തുകളും ചെറുദോസയൊക്കെ ലോഡ് ചെയ്തൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇത് വന്നിട്ട് നമ്മൾ ആ ത്രെഡ് നമ്മളൊന്ന് കെട്ടിടണം. സാധാരണ നമ്മൾ എങ്ങനെ സൂചിയിൽ നൂല് കോർത്ത് കഴിഞ്ഞ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ ആ കട്ട് ചെയ്യേണ്ട ത്രെഡ് കട്ട് ചെയ്യേണ്ട ഒരറ്റത്ത് നമ്മൾ കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. കെട്ടിയിട്ടതിന് ശേഷം നമുക്ക് ആ ത്രെഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അതാണിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ തമ്പ്, അതായത് തള്ളവിരലിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ഇടയിലാണ് ആ കെട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണത്. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ് ഫിംഗറിൽ ചൂണ്ടുവിരൽ ചുറ്റി ഒന്നും കൂടെ ടൈറ്റ് ചെയ്തിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ ഇങ്ങനെ കയ്യിലേക്ക്, അതായത് നമ്മുടെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും നടുവിലേക്ക് പിടിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ത്രെഡ് ഫസ്റ്റ് ടൈം ഹോൾഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഈ ത്രെഡ് നമ്മൾ നമ്മുടെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക്, അതായത് മെറ്റീരിയൽ വലിച്ച് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഈ നീഡിൽ നമ്മൾ നേരെ എങ്ങോട്ടാണോ സ്റ്റിച്ച് പോകേണ്ടത് അങ്ങോട്ടാണ് നീഡിലിൻ്റെ ഹുക്ക് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്താണ് ആ നീഡിൽ നിന്ന് ത്രെഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, നെറ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരിക. പക്ഷേ നെറ്റിലാണ് നമുക്ക് കാണാൻ പറ്റാതാണ്, ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതിൽ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ സൂചി നേരെ താഴോട്ട് കുത്തി ഇറക്കുന്നു. അതായത് ഹുക്ക് നമ്മുടെ ഏത് വശത്തേക്കാണോ സ്റ്റിച്ച് പോകേണ്ട സൈഡിലേക്ക് തിരിച്ചിട്ട് താഴോട്ട് ഇറക്കുന്നു. ലെഫ്റ്റ് റൈറ്റ്, അതായത് ലെഫ്റ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, നമ്മുടെ സൂചിയിൽ നൂല് ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പൊക്കുന്നു. ആ ഒരു മെറ്റീരിയലും നീഡിലിൻ്റെ ഹുക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്നിടത്ത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് അതായത് മെറ്റീരിയൽ ഫ്രെയിമിൻ്റെ അടിയിൽ നമ്മൾ കാണുന്ന വ്യൂ. അതായത് ഇങ്ങനെ നമ്മുടെ ത്രെഡ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നീഡിൽ താഴേക്ക് വരുന്നു, ത്രെഡിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. ലെഫ്റ്റ്, പിന്നെ പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ റൈറ്റ് തിരിക്കുമ്പം അത് മുകളിലേക്ക് പൊങ്ങി വരും. ഇല്ലെങ്കിൽ അതവിടെ കുടുങ്ങും. നെറ്റിൽ പിന്നെ എങ്ങനെ വന്നാലും നെറ്റിൽ കുടുങ്ങാറുണ്ട്. നെറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ട്, കാണുന്ന പോലെയല്ല, നെറ്റിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെറ്റിലാകുമ്പോൾ നമ്മൾ കുറേ കൂടെ പ്രൊഫഷണലായി കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ത്രെഡ് കിട്ടും, പ്ലാസ്റ്റിക് ത്രെഡ്. അതാകുമ്പം പക്ഷേ ഉരുകും അയൺ ചെയ്യുമ്പോഴൊക്കെ. അല്ലെങ്കിൽ സെയിം കളർ ത്രെഡ് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രാക്ടീസ് ക്ലാസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ തന്നെ അത് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടെ ആ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും, പക്ഷെ പറ്റും, എല്ലാവർക്കും പറ്റും. പക്ഷേ കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ട്. പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ എല്ലാം എക്സാക്ട്ലി എഴുതി വെച്ച പോലെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കൈ വഴങ്ങുന്നത് എങ്ങനെയോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വൺസ് ഇത് നമുക്ക് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തന്നെ ഡ്രസ്സിലോ മക്കളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ പിന്നെ അങ്ങനെ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്കിതൊരു വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സ്വയം തൊഴിലായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മളിപ്പം അതിൽ നിന്നും വളർന്ന് നമ്മളൊരു വലിയൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് അറിയുവാണെങ്കിൽ മാത്രമേ നമുക്ക് വർക്കേഴ്സിനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ താങ്ക് യു.